ഹലോ കുടുംബശ്രീ ഷെയർ ലേറ്റസ്റ്റ് പ്രൊമോയിൽ പട്ടുവസ്ത്ര താലത്തിൽ വെച്ചിട്ട് ശ്യാമയുടെ നേരെ തിരുമേനി നീട്ടുന്നുണ്ട്. ആചാരവിധി പ്രകാരം കുട്ടിയുടെ അമ്മ ദേവിക്ക് പട്ടുവസ്ത്രം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവിക്ക് അത് സമർപ്പിക്കുകയാണ്. അപ്പോഴേക്കും ശ്യാമയാണെങ്കിൽ ശാലിനെ നോക്കുന്നുണ്ട്. ശാലിനിയുടെ മുഖത്തെ ഭാവമാറ്റം ശ്യാമയുടെ മുഖത്തെ ആ ഭാവമാറ്റം എല്ലാം വിഷ്ണു നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണുവിന് നല്ല നല്ല സംശയങ്ങളായിട്ട് പിന്നീട് കാണിക്കുന്നത് ശാലിനി ആ അമ്പലത്തിന് വേറെ സൈഡ് നിൽക്കുകയാണ്. അപ്പോഴേക്കും സത്യം വന്നിട്ട് പറയണം, അമ്മ ശിവഭഗവാൻ അനുഗ്രഹിച്ചു, എൻ്റെ അച്ഛനെ ഉടനെ ഞാൻ കാണുമെന്നൊക്കെ പറയുകയാണ്. ഇത് വിഷ്ണു കേൾക്കുന്നൊക്കെയുണ്ട്. ശാലിനിക്ക് മൊത്തം സങ്കടം വരുന്നുണ്ട്. സത്യമോളുടെ ഈ ഒരു സംസാരം ശാലിനിക്ക് നന്നായിട്ട് സങ്കടം വരുന്നുണ്ട്. എങ്കിലും വിഷ്ണു ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. സത്യമാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ്. സത്യമാണെങ്കിൽ അച്ഛനെ വരവേൽക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് പിന്നീട് കുടുംബശ്രീ വീടാണ് കാണിക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മോൾ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് കുറേ ഒരു ചുമരിലേക്ക് കുറേ ചിത്രം വരയ്ക്കാനായിട്ടും പൂക്കളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ പടം വരച്ച് വയ്ക്കുന്നു, പൂക്കളൊക്കെ ശേഖരിക്കുന്നു, പിന്നെ വെൽക്കം എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. ശാലിനി ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നിങ്ങനെ നോക്കുമ്പോഴേക്കും മോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ ചെയ്യുന്നതെന്നും ശാലിനിക്കും ശാരദാമ്മയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ശാരദാമ്മയോട് മോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ ഫൈനലി ചെയ്ത് കഴിയുമ്പോഴേക്കും ശാരദാമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു സംസാരത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ വെൽക്കം ഒക്കെ എഴുതി വെക്കുകയാണ്. അപ്പോഴേക്കാണ് ശാലിനിക്ക് വന്നു, അതായത് ആർക്കും വെൽക്കം ചെയ്യാനായിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേനാണ് ഇന്ന് എൻ്റെ അച്ഛൻ വരുമെന്ന് ആരാ പറഞ്ഞു ഭഗവാൻ ഇന്നലെ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയും. ഇപ്പോഴും സത്യം ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ പേരെന്താണ് അമ്മ ഒന്ന് പറയുമോ എന്നൊക്കെ. അപ്പോഴേക്കും അത് പറയാതിരിക്കുമ്പോഴത്തേനും പറയാം, എന്നാൽ കുഴപ്പമില്ല, ഞാൻ വെൽക്കം അച്ഛൻ എന്ന് എഴുതാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തിലാണ് സത്യമോള്. അപ്പോൾ ശാലിനിക്കും ശാരദാമ്മയ്ക്കൊക്കെ ഒരുപാട് സങ്കടമാണ്. കാരണം അച്ഛൻ വരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ മോളിങ്ങനെ ഇരിക്കുന്നു. പക്ഷേ അച്ഛൻ വരുമോ ഇല്ലയോ ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ. ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് അവർ നിൽക്കുന്നത്. സത്യമോൾ ഒരുപാട് സന്തോഷത്തിലാണ്. പിന്നെ ഓടിച്ചെന്ന് ഇതെല്ലാം എഴുതിയെല്ലാം വെച്ചതിന് ശേഷം റോഡിലേക്ക് പോയി നിൽക്കുകയാണ്. അവിടെ ചെന്ന് റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. അച്ഛൻ ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി അച്ഛനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം അമ്പലത്തിൽ പോയി ശിവഭഗവാനോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പം അവിടുന്ന് ഒരു പോസിറ്റീവായിട്ട് അച്ഛനെ കാണും എന്നൊരു ഇത് മോക്ക് കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ സത്യമോൾ ഇങ്ങനെ ഭയങ്കര 100% പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് അച്ഛനെ കാണാം, അച്ഛനായിട്ട് സന്തോഷിച്ച് കളിക്കാൻ എല്ലാവരും അച്ഛൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കിനും എനിക്ക് ഇങ്ങനെ പോകാനൊക്കെ ആഗ്രഹമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അച്ഛനെക്കുറിച്ച് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് നിൽക്കുന്ന സത്യമാണ് പിന്നീട് കാണിക്കുന്ന സത്യാമ്മയുടെ വീടാണ്. അവിടെ അപ്പോഴേക്കും അവിടെ രാഘവൻ നായരൊക്കെയാണല്ലോ ഇവിടെ ഉണ്ടായിരുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ സന്തോഷങ്ങളായിരിക്കും, ഇനിയും വീട്ടിനകത്തുള്ള ഐശ്വര്യങ്ങൾ വന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഇനിയിപ്പം മോൾക്കാണെങ്കിലും സന്തോഷമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുവാണ്. അപ്പോൾ പപ്പിമോളാണെങ്കിലും അവിടെ ഓരോ ചിത്രമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഹോളിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും വിഷ്ണു ആണെങ്കിലും വന്നിട്ട് എല്ലാവരും ഭയങ്കര തിരക്കിട്ട പണിയിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അപ്പോൾ രോഹിത് പറയുകയാണ്, നമ്മുടെ ബിസിനസ്സൊക്കെ ആണെങ്കിലും നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സത്യമ്മ പറയുകയാണ്, ആ മോൾക്ക് വേണ്ടി നമ്മൾ അത്ര നല്ല പ്രാർത്ഥന വഴിപാടുമൊക്കെ അല്ലേ ചെയ്ത്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കുടുംബത്തിൽ നല്ലതേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് രാവൺ നായർ പറയുകയാണ്, നമ്മുടെ ഇവിടുത്തെ എല്ലാ ദോഷങ്ങളും മാറി എന്ന് പറഞ്ഞ് നാക്കെടുത്ത് വയലേക്ക് ഇടുന്നതിന് മുന്നെയാണ് നമ്മുടെ സുസ്മിത വരുന്നത്. സുസ്മിത വന്ന ആർക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, സുസ്മിത വന്നപ്പോഴേക്കും ചോദിക്കുകയാണ്, നിന്നോട് ഇവിടെ വന്നേക്കല്ലെന്നല്ലേ പറഞ്ഞത്, നീ ഇവിടെ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുസ്മിത പറയും, ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നതല്ല, എനിക്ക് 2 സത്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അപ്പോഴേക്കും പറയും, എന്ത് സത്യമാണ് നിനക്കിവിടെ പറയാനുള്ളതെന്നുള്ള രീതി പറഞ്ഞ് ആ സത്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ എപ്പിസോഡ് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഏകദേശം ശ്യാമയുടെ കാര്യങ്ങളൊക്കെ തന്നെ സുസ്മിത വന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പിന്നീട് അവിടെ എന്ത് സംഭവിക്കുന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് ഫുൾ എപ്പിസോഡ് വന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ അടുത്തൊരു പ്രമോയെ കാണാം. അതുവരേക്കും ബൈ.